Since we already studied about the field tensor, we need to represent the equations, laws of electrodynamics in terms of this field tensor. Laws of electrodynamics means Maxwell's equation and Lorentz force law. So അത് തുടങ്ങാൻ വേണ്ടിയിട്ട് we must determine how the source of fields, that means charge density and current density, transform. റോഡ് ജിയുടെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ആദ്യം നോക്കണം. Rho and J. So consider a cloud of charge. Cloud of charge drifting by moving, and it has infinitesimal volume V. It contains a charge Q. അപ്പം ഒരു ചെറിയ ഒരു ചാർജ് അതിന്റെ വോളിയം V ആണ്, Q ആണ്. So that it is drifting. Drifting with the velocity U. So charge density rho എന്ന് പറഞ്ഞാൽ Q by V ആണല്ലോ, and current density J is rho into U. The velocity U ആണ്, കാരണം ആ ചാർജ് മൂവിങ് ചാർജ് ആയതുകൊണ്ട് കറണ്ട് ഡെൻസിറ്റി ഉണ്ട്. അപ്പൊ ഇതിനെ എനിക്ക് ഈ പ്രോപ്പർ ചാർജ് ഡെൻസിറ്റി, അതായത് റെസ്റ്റ് ഫ്രെയിമിൽ നിന്നുള്ള ആ മൂവിങ് ചാർജിന്റെ ആ സ്വന്തം ഫ്രെയിമിൽ നിന്ന്, അപ്പം അതിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അത് മൂവ് ചെയ്യല്ലോ. അപ്പൊ അതിന്റെ റെസ്റ്റ് ഫ്രെയിമിൽ നിന്നുകൊണ്ടുള്ള എക്സ്പ്രഷൻ വേണം. അപ്പൊ പ്രോപ്പർ ചാർജ് ഡെൻസിറ്റി വേണം. പ്രോപ്പർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അതിനെ റെപ്രസെന്റ് ചെയ്യുക റോ സീറോ എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഇത് റെസ്റ്റ് ഫ്രെയിമിലുള്ള നമ്മൾ ഈ കാണാൻ പോകുന്നത്. റോ സീറോ എന്ന് പറഞ്ഞാൽ Q by V0 ആണല്ലോ. ഓക്കെ, ഹിയർ വി ഹാവ് എ ഫ്രെയിം, വി ഹാവ് എ ചാർജ് മൂവിങ് വിത്ത് വെലോസിറ്റി U. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഒരാൾ നോക്കുമ്പോഴത്തേക്കും ഈ ചാർജ് U വെലോസിറ്റിയിൽ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നതായിട്ട്, ഓക്കെ, U വെലോസിറ്റിയിൽ ഏതെങ്കിലും സൈഡിലോട്ട് പോകുന്നതായിട്ട് തോന്നും. അപ്പം ഈ റെസ്റ്റ് ഫ്രെയിമിൽ നിന്നുള്ള ചാർജ് ഡെൻസിറ്റിയാണ് റോ സീറോ Q by V0. മൂവിങ് ഫ്രെയിമിൽ വരുമ്പോഴത്തേക്കും വോളിയത്തിന്റെ ഒരു ഡയമെൻഷൻ കൺട്രാക്ട് ചെയ്യുമല്ലോ. സോ കൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും √1 - U square by C square into V0 എന്നായിട്ട് അത് വോളിയം കൺട്രാക്ട് ചെയ്യും. ശരിയാണല്ലോ. അതിനകത്ത് ഏതെങ്കിലും ഒരു ഡയമെൻഷന് കുറയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് റോ ക്യാൻ ബി റിട്ടൺ ആസ് റോ സീറോ into 1 by √1 - U square by C square എന്ന് എഴുതാം. കാരണം റോയ്ക്കകത്ത് വെലോസിറ്റി അതിന്റെ ഡിനോമിനേറ്ററിലാണല്ലോ വരുന്നത്. റോ ഈസ് നത്തിങ് ബട്ട്, അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ റോ ഈസ് Q by new volume V. And new volume V എന്ന് പറഞ്ഞാൽ it is a contracted volume, that is √1 - U square by C square into V0. So Q by V0 എന്ന് പറഞ്ഞാൽ റോ സീറോ ആയതുകൊണ്ട് റോ സീറോ into √1 - U square by C square എന്ന് എഴുതാം. ഇത് റോയാണ്. ഇതുപോലെ തന്നെ കറണ്ട് ഡെൻസിറ്റി J എഴുതാം, that is റോ സീറോ into U by √1 - U square by C square. ഇത് രണ്ട് കാണുമ്പോഴേ അറിയാം ഇത് നമ്മുടെ പ്രോപ്പർ വെലോസിറ്റി പോലെ ഇരിക്കുന്നത്. അതിനകത്ത് റോ സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ പ്രോപ്പർ വെലോസിറ്റി, നമ്മുടെ ഫോർ വെലോസിറ്റി ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇരിക്കുന്നു. അതിനെ കൂടെ ജസ്റ്റ് റോ സീറോ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ദേ ടുഗദർ ദിസ് കറന്റ് ഡെൻസിറ്റി ആൻഡ് ചാർജ് ഡെൻസിറ്റി ടുഗദർ മേക്ക് എ ഫോർ വെക്ടർ. അപ്പം ഇതിനെ രണ്ടും കൂടെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ചാർജ് ഡെൻസിറ്റിയും കറണ്ട് ഡെൻസിറ്റിയും ഒരുമിച്ച് റെപ്രസെന്റ് ചെയ്യാൻ JMU എന്ന് പറയുന്നത് ഈക്വൽ ടു റോ സീറോ ഇൻറ്റു, ഓക്കെ, റോ സീറോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഈറ്റ മ്യൂ എന്ന് എഴുതിയാൽ മതി. വേറെ വാട്ട് ഈസ് ഈറ്റ മ്യൂ? പ്രോപ്പർ, നമ്മൾ ആദ്യം പഠിച്ച പ്രോപ്പർ വെലോസിറ്റി അല്ലെങ്കിൽ ഫോർ വെലോസിറ്റി, ദാറ്റ് ഈസ് എ ഫോർ വെക്ടർ. അപ്പം ഈ രണ്ട് ഇക്വേഷനും കൂടെ ഒറ്റയടിക്ക് റെപ്രസെന്റ് ചെയ്യാം. മ്യൂ എന്ന് പറയുന്നത് 0 ആകുമ്പോഴത്തേക്കും but J0 is equal to rho 0 into eta 0 എന്ന് വരും അല്ലേ. mu is equal to 1 to 3 ആകുമ്പോഴത്തേക്കും സിമിലർലി സീറോ കേസിൽ എന്ന് പറഞ്ഞാൽ we can write JMU as C into rho, അതായത് C by
റൂട്ട് ഓഫ് 1 മൈനസ് സി സ്ക്വയർ ബൈ സി യു സ്ക്വയർ ബൈ സി സ്ക്വയർ ആയിരുന്നല്ലോ നമ്മുടെ പ്രോപ്പർ വെലോസിറ്റി. അപ്പം 0, പിന്നെ ജെ എക്സ് ജെ വൈ ജെ ഇസഡ് ആണ് ഇതിൻ്റെ 4 കമ്പോണൻസ്. mu is equal to 1 ആകുമ്പോഴത്തേക്കും J1 is equal to rho 1 into eta 1. Eta 0 എന്ന് പറയുന്നത് C by root of 1 minus u square by c square ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ 4 വെക്റ്റർ ചാർജ് ഡെൻസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ del dot J is equal to dou rho by dou T അല്ലേ. So this del dot J എന്ന് പറഞ്ഞാൽ dou by dou x into Jx plus dou by dou y into Jy plus dou by dou z into Jz ആണല്ലോ. So this is equal to dou rho by dou T എന്നാ വരുന്നത്. ഓക്കെ, ഈ dou rho by dou T എന്താ? That is റോ എന്ന് പറഞ്ഞാൽ ഫോർത്ത് അല്ലെങ്കിൽ 0th കമ്പോണന്റ് ഓഫ് ദി 4 വെക്റ്റർ ചാർജ് ഡെൻസിറ്റി അല്ലേ. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് J0 ബൈ സി ആണല്ലോ, ഓർ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡോ ബൈ ഡോ x0 ഓഫ് J0 അല്ലേ. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എല്ലാത്തിനും എന്ത് എഴുതിക്കും? ഡോ ബൈ ഡോ x1 ഓഫ് J1 പ്ലസ് ഡോ ബൈ ഡോ x2 ഓഫ് J2 plus dou by dou x3 of J3 is equal to dou by dou x0 of J0. എഴുതാലോ. Put together it forms a 4 vector. Hence this can be, the continuity equation can be written as dou by dou x mu J mu. അതായത് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. This is equal to 0. Continuity equation can be written like this. That means charge divergenceless of the 4 vector current density. So 4 vector current density is the continuity equation itself. Okay, now next what we are going to do is to represent Maxwell's equation using field tensor. Field tensor നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ Maxwell's equation using field tensor എഴുതാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. F mu nu differential of F, the field tensor with respect to x nu is equal to mu 0 J mu and dou by dou x nu of G mu nu is equal to 0. ഇത് ശരിയാണോ നമുക്ക് നോക്കാം. അപ്പം അതിന് ആദ്യമായിട്ട് mu is equal to 0 ഇട്ട് കൊടുക്കാം. So if mu is equal to 0, dou f0 nu dou x nu എന്ന് പറയുന്നത് this is equal to dou by dou x0 of f00 plus dou f01 of x1 plus dou f02 of x2 plus dou f03 of x3 ആണല്ലോ. ഇനി ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. What is f00? f00 is nothing but that is 0 ആണ്. So dou x0 കൊണ്ടുള്ള ഡിഫറൻഷ്യൽ പോയി. ഈ ഫസ്റ്റ് ടേം 0 ഡയഗണൽ എലിമെന്റ്സ് 0 അല്ലേ. ഇനി ഡോ x1 എന്ന് പറഞ്ഞാൽ ഡോ x f01 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈ x ബൈ സി ആണ്.
Ex by C plus dou, okay, sorry, dou dou Ey by C plus dou Ez by C with respect to dou Z. This is 1 by C of dou by dou x of Ex plus dou by dou y Ey plus dou by dou Z of EZR. What is this? This is 1 by C of del dot E. അപ്പോൾ നമ്മുടെ representation അനുസരിച്ച് this is equal to mu 0 J അല്ലേ, J 0 ആണ് വരുന്നത്. Okay, so that means del dot E is equal to C into mu 0 into J0 എന്ന് പറഞ്ഞാൽ it is 0, or I can write this as del dot E is equal to what is C square into mu 0? That is 1 by epsilon 0 into rho. So this is what Gauss's law. Likewise, by putting mu is equal to 1, we can get the equation del cross B is equal to mu 0 J plus mu 0 epsilon 0 dou P by dou T. This is the Ampere's law. ഇനി അപ്പം ആ രണ്ട് ഇക്വേഷൻസിനെ എഫ് മ്യൂനു ടെൻസർ വെച്ച് ഉപയോഗിക്കാം. ഇനി ജി മ്യൂനു വെച്ചുകൊണ്ട് ഡോ ബൈ ഡോ എക്സ് മ്യൂ ഓഫ് മ്യൂ ഇസ് ഈക്വൽ ടു 0 എന്നല്ലേ, ആ ഇൻഹോമോജീനിയസ് ഇക്വേഷൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് മ്യൂ ഇസ് ഈക്വൽ ടു 1 ചെയ്താൽ മ്യൂ ഇസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോഴത്തേക്കും വിൽ ഗെറ്റ് ഡെൽ ഡോട്ട് B is equal to 0 and mu is equal to 1 ചെയ്യുമ്പോൾ we'll get del cross E is equal to minus dou B by dou T. Substitute ചെയ്താൽ മതി. So this is how this is the equation, two equations of the field tensor which can be used to represent Maxwell's equations. Now Lorentz force equation, Lorentz equation can be represented in terms of the field tensor F mu nu. Lorentz equation, which can be represented as K mu is equal to Q eta nu F mu nu. So for K, what is K? K is nothing but the Minkowski force, and that can be represented as Q into eta mu F mu nu. For mu is equal to 1, we'll get K1 is equal to Q eta nu F1 nu. Now summing over all the terms, we'll get something like this. Q by root of 1 minus U square by C square into E plus U cross B. Now, what is Minkowski's force? That is 1 by root of 1 minus U square by C square into F is equal to, that is the Minkowski's force. So now this will give F is equal to Q into E plus U cross B velocity into V. So this is how the Lorentz force is represented in terms of field tensor. Thus 2F mu nu by dou x nu is equal to mu 0 J nu
dou g mu nu by dou x nu is equal to 0. These represent Maxwell's equations. Now K mu is equal to Q eta nu F nu represents Lorentz force equation, where K mu is the Minkowski force.